ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ അനുമോൾക്ക് വിജയസാധ്യത അടുത്തിരിക്കെ കാര്യങ്ങൾ മാറിമറിയാൻ സാധ്യത. അനുമോളും കുടുംബവും പറഞ്ഞ ചില കാര്യങ്ങൾ ജനം സംശയം പ്രകടിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞു. വളരെയേറെ കഷ്ടപ്പെട്ടാണ് അനുമോൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്ന് കുടുംബം പറയുന്നു. ഇത് പ്രേക്ഷകർ അംഗീകരിക്കുന്നു. എന്നാൽ താൻ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. കടം വീട്ടാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നതെന്നും തുടരെ പറയുന്നു. എന്നാൽ അനുമോളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ പല ചോദ്യങ്ങളും ഉയർന്നു വരികയാണ്. വലിയ 2 നില വീടാണ് അനുമോളുടേത്. ഇത് പണിതിട്ട് കുറച്ച് വർഷങ്ങളെ ആയതുള്ളൂ. കുടുംബ വീടായി മറ്റൊരു വീടുമുണ്ട്. വീട്ടിൽ 2 കാറുകളും. എന്നാൽ അനുമോൾ പറയുന്നത് ഷൂട്ടിങ്ങിന് ബസ്സിലും ട്രെയിനിലുമൊക്കെ ഉറക്കമില്ലാതെ യാത്ര ചെയ്തു എന്നൊക്കെയാണ്. സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്നവരാണ് അനുമോൾ സ്വയം ചിത്രീകരിക്കുന്നത്. എന്നാൽ വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നു. വലിയ താരമൂല്യമുണ്ട്. എന്നിട്ടും എന്തിന് കഷ്ടപ്പാടുകൾ മാത്രം പറയുന്നെന്ന ചോദ്യം പ്രേക്ഷകരിൽ പലർക്കുമുണ്ട്. മാത്രമല്ല, അനുമോളെക്കാളും സാമ്പത്തിക പ്രയാസം നേരിടുന്നവർ ബിഗ് ബോസ് ഹൗസിൽ തന്നെയുണ്ട്. നെവിൻ ഇതിനൊരു ഉദാഹരണമാണ്. സ്വന്തമായി വീടില്ലാത്തവരും ബിഗ് ബോസ് ഹൗസിൽ ഇന്നുണ്ട്. അനുമോളും കുടുംബവും വോട്ടിന് വേണ്ടി സിമ്പതി കാർഡ് ഇറക്കുകയാണെന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ അനുമോളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒന്നുമുണ്ടാക്കാതെ ഫ്രീയായിട്ടാണോ എല്ലാ പണിക്കും ഇത്രയും കാലം പോയത്? അതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്നതാണ്. സ്റ്റാർ മാജിക്കിൽ ഒരു ദിവസം ഒരാളുടെ പ്രതിഫലം എത്രയുണ്ടാകും? കുറഞ്ഞത് ഒരു ഉദ്ഘാടനത്തിന് പോയാൽ 50,000 രൂപ വാങ്ങാതിരിക്കുമോ? നാട് നടന്ന് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടില്ലേ? അന്നവർ നല്ല രീതിയിൽ സമ്പാദിച്ചിട്ടുമുണ്ട്. ആ സമ്പാദ്യം കൊണ്ട് അവർ വീട് വെച്ചിട്ടുണ്ട്. 40 ലക്ഷം രൂപയുടെ വീട് വെക്കുന്നയാൾ കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് പൈസ എടുത്ത് കൊടുക്കുമോ? വർക്കുള്ള ആളാണെങ്കിൽ EMIക്ക് ഇടും. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് പലിശയും EMI ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ ലോൺ എടുത്തിട്ടുണ്ടാകും. ലോണൊക്കെ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? അനുമോൾ പല കാര്യങ്ങളിലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നും വാദവും ശക്തമാണ്. സഹമത്സരാർത്ഥികളിൽ പലരെയും അനുമോൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. ഇതിൽ ക്ഷമാപണം നടത്തിയിട്ടില്ല. തനിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ കരഞ്ഞ് ബഹളം വെക്കുമെന്നും വിമർശനമുണ്ട്. ഇതിന് പുറമെ അനുമോളുടെ PR സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യമാണിപ്പോൾ. അനുമോൾക്കെതിരെ തിരിയുന്ന സഹമത്സരാർത്ഥികൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണം നടത്തുന്നു. അതേസമയം അനുമോൾക്ക് തൻ്റേതായ ആരാധക വൃന്ദമുണ്ട്. വീട്ടമ്മമാർക്ക് പ്രിയങ്കരിയായി ആണ് അനുമോൾ. നിലവിൽ അനുമോൾ, അനീഷ് എന്നിവർക്കാണ് വിജയസാധ്യത കൂടുതൽ.